നമ്മൾ ഒരു ഇമേജ് കമ്പ്യൂട്ടറിന് കാണിച്ചു കൊടുത്താൽ കമ്പ്യൂട്ടർ അത് കാണും. പക്ഷേ അതിന്റെ മീനിങ് അറിയില്ല. സോ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കണം ഇത് എന്താണെന്ന്. അതിന് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ലേബിൾസ്. കമ്പ്യൂട്ടർ ഒരു ഇമേജ് കാണുമ്പോൾ അത് പിക്സൽസ് മാത്രമാണ് കാണുന്നത്. പ്ലാസ്റ്റിക് ആണോ പേപ്പർ ആണോ എന്ന് കമ്പ്യൂട്ടറിന് അറിയില്ല. നമ്മൾ അതിന് പറഞ്ഞു കൊടുക്കണം. ലേബിൾസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയി പറഞ്ഞ ഒരു നെയിം, ഒരു ഇമേജിന് നമ്മൾ കൊടുക്കുന്ന പേര്. ഈ ഇമേജ് പ്ലാസ്റ്റിക് ആണ് അല്ലെങ്കിൽ ഈ ഇമേജ് ഓർഗാനിക് ആണ്, ഇതിൽ കൊടുക്കുന്ന ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു നെയിമിനെയാണ് നമ്മൾ ലേബിൾസ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ തന്നെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ആപ്പിളിന്റെ ഇമേജ് എടുത്ത് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം, ഓക്കെ ഇത് ആപ്പിൾ ആണ്. അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ആപ്പിൾസിന്റെ പിക്ചേഴ്സ് എടുക്കും, എന്നിട്ട് അത് കാണിച്ചു കൊടുക്കും, ഓക്കെ ഇതാണ് ആപ്പിൾ എന്ന് പറഞ്ഞ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുട്ടി സ്വാഭാവികമായും മനസ്സിലാക്കും. ഓക്കെ ഒരു ആപ്പിൾ ഇങ്ങനെയാണ് കാണാൻ എന്നൊക്കെ കുട്ടി മനസ്സിലാക്കി തുടങ്ങും. സെയിം ഐഡിയ ആണ് നമ്മൾ കമ്പ്യൂട്ടറിനും അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ സ്മാർട്ട് വേസ്റ്റ് സെഗ്രിഗേഷൻ പ്രോജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലേബിൾസ് പ്ലാസ്റ്റിക് വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ് എന്നിവയാണ്. എല്ലാ ഇമേജസിനും കറക്റ്റ് ലേബിൾസ് ഉണ്ടാവണം. ലേബിൾസ് ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കില്ല, ഗസ് മാത്രം ചെയ്യും. കറക്റ്റ് ലേബിൾസ് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സ്ലോലി പാറ്റേൺസ് പഠിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ക്യാറ്റിന്റെ ഇമേജ് എടുക്കുകയാണ്. അപ്പോൾ ക്യാറ്റിന്റെ ഫീച്ചേഴ്സ് ഇന്ന ഇതൊക്കെയാണ്. അതിന്റെ ചെവി ചെറുതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ നോസ് ഇന്ന ഷേപ്പിലാണ് ഉണ്ടാവുക, അതിന് വാലുണ്ടാവും. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കമ്പ്യൂട്ടർ പയ്യെ നോട്ടീസ് ചെയ്ത് തുടങ്ങും. ഇപ്പൊ നമുക്കൊരു കാര്യം ക്ലിയർ ആയി. ഇമേജ് പ്ലസ് ലേബിൾ ഈക്വൽസ് ലേണിംഗ് സ്റ്റാർട്ട്സ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇമേജും ലേബിളും കൂടി ചേർത്ത് ഒരു ഡേറ്റ സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം.